കൊക്കൈൻ കേട്ട് കാണും, ബ്രൗൺ ഷുഗർ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ അപകടം പിടിച്ച ഒരു കാലമാണ്. ഇതൊരു ആസുര കാലമാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും ഈ കഥകളിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കില്ലല്ലോ, അതിനേക്കാളും അവിശ്വസനീയമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമ്മൾ ഈ 14 ജില്ലകളിലെ ഇത്രയധികം താലൂക്കുകളുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഏറ്റെടുക്കുന്നതിന്റെ പശ്ചാത്തലം കൂടി വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ AC മുറിയിലിരുന്ന് വാർത്ത വായിച്ച് നിങ്ങളെക്കാളും സന്തോഷത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗമാണ്. അസൂയപ്പെടുത്തുന്ന ജീവിത രീതിയൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ വേദനിപ്പിക്കുന്ന പോലെ ഞങ്ങളെയും വേദനിപ്പിക്കും, ശ്വാസം മുട്ടിക്കും, ചിലപ്പോൾ നമ്മളൊക്കെ വല്ലാതെ ദുഃഖഭരിതരായി എന്നും വരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ പെട്ടെന്ന് കഴിഞ്ഞ ഒരു 2021 ശേഷം ഓരോ വർഷവും കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. അത് 2 മാസം കൊണ്ടൊക്കെ തന്നെ ഒരു 70 കൊലപാതകങ്ങൾ നടന്നു നമ്മുടെ നാട്ടിൽ. കേരളം പോലെ ഈ കൊച്ചു സംസ്ഥാനത്ത് 3.5 കോടി മനുഷ്യർ അധിവസിക്കുന്ന സ്ഥലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ 70 കൊലപാതകങ്ങൾ നടന്ന ഈ സംസ്ഥാനത്ത് അതിൽ 30 കൊലപാതകങ്ങളും നടത്തിയത് MDMA കഴിച്ച് വശം കെട്ട രോഗികളാണ് എന്നുള്ള ഒരു സത്യം നമുക്ക് വെളിവായപ്പോ അപ്പോഴാണ് കേരളം മുഴുവൻ ലഹരി മുക്തമാക്കാനും ഈ മാരകമായ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ചാലുള്ള അപകടം എന്തെന്ന് നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്താനും വേണ്ടി നമ്മളൊരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ 150 അമ്മമാരാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 150 അമ്മമാര്, ഈ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത്. കാരണം ഈ കുട്ടികൾ, നിങ്ങളിപ്പോ തന്നെ സൈലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് സേഫായി ചെല്ലുന്നത് വരെ വല്ലാത്ത ഒരവസ്ഥയാണ് ഈ അമ്മമാർക്കുണ്ടാകുന്നത്. അരുണെ, നമ്മുടെ ഇത് പറപ്പിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ശബ്ദം ആൾക്കാർക്ക് അലോസരമാകും. അപ്പോ നമ്മുടെ ഡ്രോൺ ആചാര്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറപ്പിക്കണമെന്ന് വേണം തീരുമാനിക്കും, പറപ്പിക്കേണ്ടെന്ന് വേണം തീരുമാനിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ അമ്മമാർ, ഇതിൽ ചില അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരാ വേദനയാണ് ജീവിതം സമ്മാനിച്ചത്. അതിലൊരു അമ്മ എന്ന് പറഞ്ഞാൽ കോളേജിൽ റാഗിങ്ങിന് വിധേയമായി കൊല ചെയ്യപ്പെട്ട ഒരു മകന്റെ അമ്മയാണ്. നിങ്ങൾക്കറിയാം, അമ്മ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ഉണ്ടാകുന്ന ഒരു വേദനയുടെ ആഴം എന്താണെന്ന്. നിങ്ങൾക്കത് കേട്ടറിവ് മാത്രമേ കാണൂ. ഇത് അനുഭവിക്കുന്ന അമ്മമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ. ഇപ്പൊ MDMA കഴിച്ചതുകൊണ്ട് ഞാനൊരാളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമങ്ങളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവരുടെ ജീവിതം ആജീവനാന്തം ചിലപ്പം ജയിലരിക്കുള്ളിലാകും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ട് കേരളം പോലെ ഈ പച്ചപ്പുള്ള മണ്ണിൽ, ഈ സമാധാനം പുലരുന്ന മണ്ണിൽ ഉണ്ടാകുന്നു എന്നുള്ള ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പര്യടനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്.